സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ തുടർമാനമായ പഠനമാണിത്. ഇന്ന് 149 സങ്കീർത്തനമാണ് നാം ധ്യാനവിധേയമാക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ആത്മീയ ചിന്തകൾ നിറഞ്ഞ ആ സങ്കീർത്തനം ആദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം അതിലെ പ്രസക്തമായ ആത്മീയ ചിന്തകൾ നമുക്ക് ധ്യാനിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പുവിലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അതവൻ്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവേ സ്തുതിപ്പീൻ. ഏതോ വലിയ യുദ്ധത്തിൽ ദൈവം നൽകിയ വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് പാടിയ ഒരു പാട്ടായിട്ടാണ് ഇതിനെ കരുതുന്നത്. 148 സങ്കീർത്തനത്തിൽ ദൈവത്തെ സൃഷ്ടാവായി ചിത്രീകരിച്ചപ്പോൾ 149 സങ്കീർത്തനത്തിൽ ദൈവത്തെ വീണ്ടെടുപ്പുകാരനായി വിവരിക്കുകയാണ്. ഹല്ലേൽ സങ്കീർത്തനത്തിൽ 4ാമത്തെ സങ്കീർത്തനമാണ് 149. പ്രധാനപ്പെട്ട 3 ആത്മിക ചിന്തകൾ ഇതിലൂടെ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സ്തുതിപ്പിൻ്റെ വിവിധ ഭാവങ്ങൾ ആണ്. എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതിന് പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമുക്കിതിൽ ലഭിക്കുകയാണ്. ഒന്ന്, ആനന്ദത്തോടെ വേണം നാം ദൈവത്തെ സ്തുതിക്കാൻ. ആനന്ദം എന്ന പദം 4 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 4 അർത്ഥതലങ്ങളിലാണ് വിവരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്ത 2ാം വാക്യത്തിലാണ്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സൃഷ്ടാവിൽ സന്തോഷിക്കുന്ന സൃഷ്ടി. നമുക്ക് ഒരു സൃഷ്ടികർത്താവുണ്ട്. യെശയ്യാപ്രവചനം 64-ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. യിരെമ്യാപ്രവചനം 18-ാം അധ്യായത്തിൽ ആ കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണ് വെച്ച് കലമുണ്ടാക്കിയതും പൊളിഞ്ഞു പോയതുമായ അവസ്ഥകൾ നമുക്കറിയാം. പക്ഷേ പൊളിഞ്ഞു പോയ കലത്തെ മനോഹരമായ മറ്റൊരു പാത്രമായി ആ കുശവൻ പണിതെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ പണികൾ ചെയ്തെടുക്കാൻ നമ്മുടെ ദൈവത്തിന് ഇന്നും സാധിക്കും. പക്ഷേ നാം കളിമണ്ണ് പോലെ ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. യാക്കോബ് എന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ച് വിശാലപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വിളിപ്പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. അതൊരു വ്യക്തിയുടെ പേരായിരുന്നെങ്കിലും പിൽക്കാലത്ത് അതൊരു രാജ്യത്തിൻ്റെ പേരും ഒരു ജനതയുടെ പേരുമായി മാറ്റപ്പെട്ടു. സൃഷ്ടിതാവായ നമ്മുടെ ദൈവം നമ്മെ ശൂന്യതയിൽ നിന്ന് വിശാലതയിലേക്ക് വളർത്തുന്ന ദൈവമാണ്. 100-ാം സങ്കീർത്തനം 2ാം വാക്യം. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. യെശയ്യാപ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. മറ്റൊരു ആനന്ദം അതിൻ്റെ 2ാം വാക്യത്തിലാണ്. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ സന്തോഷിക്കട്ടെ എന്ന് വായിക്കുകയാണ്. വിലാപങ്ങൾ 4:2 സിയോന്റെ വിശിഷ്ട പുത്രന്മാർ എന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചിട്ടുണ്ട്. യോവേൽ 2:23 സിയോന്റെ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. സെഖര്യാപ്രവചനം 9:9 സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഇസ്രായേൽ മക്കളുടെ യഥാർത്ഥ രാജാവ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായിരുന്നു. ഒരിക്കൽ ഇസ്രായേൽ ജനം ഞങ്ങൾക്ക് മറ്റു ജാതികൾക്കുള്ളതുപോലെ രാജാവിനെ വാഴിച്ചു തരണമെന്ന് ശമൂവേലിനോട് ആവശ്യപ്പെട്ടു. അത് ശമൂവേലിന് വളരെ വ്യസന കാരണമായി. ശമൂവേൽ ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്,
ഞാൻ അവർക്ക് രാജാവായിരിക്കാതോണം അവർ എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഗിദെയോനോട് ഒരിക്കൽ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവാകണം, നിന്റെ മകനും ഞങ്ങൾക്ക് രാജാവാകണം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനുമാകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ്. രാജാവിൽ സിയോന്റെ മക്കൾ സന്തോഷിക്കുന്നു. ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠനായ രാജാവ് ദാവീദായിരുന്നു. ദാവീദിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു സിയോൻ. സിയോന്റെ മക്കൾ എന്ന് പറയുന്നത് ആ രാജഭരണത്തിൽ വസിക്കുന്ന ജനതയാണ്. എന്നാൽ ഇതിനൊരു ആത്മീയർത്ഥം, സിയോൻ ദൈവസന്നിധിയെ കാണിക്കുന്നു. നമ്മുടെ രാജാവ് സ്വർഗസ്ഥനായ ദൈവമാണ്. എനിക്കൊരു രാജാവുണ്ട്, ഞാൻ ആ രാജാവിൻ്റെ കീഴിലെ പ്രജയാണെന്ന് ബോധ്യമുള്ളവർക്ക് ആ രാജാവിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നതാണ്. ആനന്ദം എന്ന 3-ാമത്തെ പദം 5-ാമത്തെ വാക്യത്തിലാണ്. അവർ തങ്ങളുടെ ശയ്യകളിൽ ആനന്ദിക്കട്ടെ. ശയ്യ എന്ന പദം ഉറക്കത്തെയാണ് കാണിക്കുന്നത്. കിടക്കയിൽ ദൈവത്തെ ധ്യാനിക്കുകയാണ്. പലരും കിടക്കയിൽ അകൃത്യം ചിന്തിക്കുമ്പോൾ, ഭക്തൻ രാത്രിയാമങ്ങളിൽ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ അവൻ്റെ പ്രാണനും അഗ്നിയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരികയാണ്. ഇയ്യോബ് 35:10-11 വാക്യങ്ങൾ. രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മളെ ജ്ഞാനികളാക്കുന്നവനുമാണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം. മറ്റൊരു ആനന്ദത്തെക്കുറിച്ച് പറയുന്നത് 5-ാം വാക്യത്തിൽ തന്നെയാണ്. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. മഹത്വത്തിലുള്ള ആനന്ദം എന്നത് നമ്മുടെ നിത്യതയിലെ ആനന്ദമാണ്. കിടക്കയിലെ ആനന്ദം ഈ ഭൂമിയിലെ ആനന്ദമാണെങ്കിൽ നിത്യതയിലെ ആനന്ദവും സിയോന്റെ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് സിയോനിലെ സന്തോഷമാണ്. ഈ സന്തോഷം ഇസ്രായേൽ ജനത സഹസ്രാബ്ദകാലത്ത് അനുഭവിക്കുമെന്ന് സെഫന്യാവിൻ്റെ പുസ്തകം 3:14-17 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. സ്തുതിപ്പിൻ്റെ 2-ാമത്തെ ഭാവം പുതിയ പാട്ടുപാടുന്ന അനുഭവമാണ്. 1-ാം വാക്യം, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. കർത്താവിന് പുതിയ പാട്ട് പാടുക എന്ന ചിന്ത സങ്കീർത്തനങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 33-ാം സങ്കീർത്തനം 1-ാം വാക്യം, 96-ാം സങ്കീർത്തനം 1-ാം വാക്യം. എന്തുകൊണ്ട് നാം ദൈവത്തിന് പുതിയ പാട്ട് പാടുന്നു? ബൈബിളിലെ 3 പ്രധാന ചിന്തകൾ ഞാനിവിടെ സൂചിപ്പിക്കാം. 1, ചേറ്റിൽ നിന്ന് അഥവാ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് ദൈവം നമ്മെ കരകയറ്റിയതോർത്ത് നമുക്ക് പുതിയ പാട്ട് പാടുവാൻ കഴിയും. 40-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ദൈവം രക്ഷിച്ചതോർത്ത് പാട്ട് പാടുകയാണ്. മറ്റൊന്ന്, കർത്താവ് തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് നമ്മെ ഭരണാധിപന്മാരാക്കി മാറ്റിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 5:9-10 വാക്യം. നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി, അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. വാഴാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കാനുള്ള അനുഭവം ലഭിച്ചവർ പാടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ സിയോൻ മലയിൽ 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അവർ പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. സ്തുതിപ്പിൻ്റെ 3-ാമത്തെ ഭാവം 3-ാമത്തെ വാക്യത്തിലാണ്. നൃത്തത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. മനുഷ്യനൊരു വികാരജീവിയാണ്. ആരാധനയിൽ മനുഷ്യൻ്റെ മുഴുവൻ വ്യക്തിത്വവും പങ്കുചേരണം. ശരീരങ്ങൾ ചലിക്കും, നാവുകൾ സ്തുതിക്കും, സംഗീതോപകരണങ്ങൾ മീട്ടും, ചാടിയും തുള്ളിയും ഒക്കെ ഹൃദയത്തിൻ്റെ നിയോഗങ്ങളനുസരിച്ച്, ആത്മാവിൻ്റെ പ്രേരണകളനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ ഭക്തന്മാർക്ക് സാധിക്കണം. 30-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു.
81-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ സംഗീതോപകരണങ്ങൾ മീട്ടി ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത പലരെയും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചെങ്കടൽ കടന്ന മിരിയാമും കൂട്ടരും കയ്യിൽ തപ്പെടുത്ത് ഗാനപ്രതിഗാനമായി നൃത്തത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചതായിട്ടാണ് പുറപ്പാട് പുസ്തകം 15-20-21 വാക്യങ്ങളിൽ കാണുന്നത്. എന്തായിരുന്നു അവർ പാടിയത്? യഹോവയ്ക്ക് പാടുവീൻ, അവൻ മഹോന്നതൻ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവൻ. അതോർക്കുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ രക്ഷാകരമായ പ്രവൃത്തി കണ്ട് അവർ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാവീദ് മല്ലനെ ജയിച്ചു വന്നപ്പോൾ ഇസ്രായേല്യ സ്ത്രീകൾ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നവർ പാട്ടുപാടുകയാണ്. 1 ശമൂവേൽ 18-6-7 വാക്യം. ഇതേ ചിന്ത 21-11 29-5 നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യുദ്ധത്തിൽ ജയിച്ചു വരുന്ന യിഫ്താഹിനെ തൻ്റെ ഏക മകൾ എതിരേറ്റ് ചെയ്യുന്നത് തപ്പിനോടും നൃത്തത്തോടും കൂടിയായിരുന്നു. ദാവീദ് മല്ലനെ ജയിച്ചപ്പോൾ ഇസ്രായേല്യ സ്ത്രീകൾ നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ ഈ ദാവീദ് നൃത്തം ചെയ്ത ഒരു സന്ദർഭമുണ്ട്. ഒബേദ്ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് അവരുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ദാവീദ് പഞ്ഞി നൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. 2 ശമൂവേൽ 6-5, 14-21 വാക്യം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ കയ്യും കെട്ടി മൗനമായിരിക്കാൻ പറ്റില്ല. നാവുകൾ ചലിക്കും, ശരീരങ്ങൾ ചലിക്കും. അതൊക്കെ ദൈവത്തോടുള്ള ഭക്തി സാന്ദ്രതയുടെ പ്രകടനങ്ങളാണ്. നൃത്തം ചെയ്യുന്നവർക്ക് പറയാൻ ഒരു പ്രത്യേക സന്ദേശമുണ്ട്. 87-ാം സങ്കീർത്തനം 7-ാമത് വചനം, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ദൈവം അത് പറയുന്നുണ്ട്. യിരെമ്യാപ്രവചനം 31-4-13 വാക്യങ്ങൾ. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. പുതിയ നിയമത്തിലെ 2 ഉദാഹരണങ്ങൾ കൂടെ ചൂണ്ടിക്കാണിക്കാൻ. മുടിയൻ പുത്രൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പൻ അവനെ ഓടിച്ചെന്നെതിരേറ്റ് ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുന്നു, അവൻ്റെ കാലിന് ചെരുപ്പിടുന്നു, കയ്യിൽ മോതിരമിടുന്നു. അവന് വേണ്ടി കൊഴുത്ത് തടിച്ച കാളയെ അറുത്ത് ആഹാരം പാകം ചെയ്യുന്നു. വാദ്യമേളക്കാരെ വരുത്തുന്നു, നൃത്തക്കാരെ വരുത്തുന്നു. ആ കുടുംബം ഒന്നിച്ച് ആനന്ദിക്കുകയാണ്. അനുജൻ വന്ന വേളയിൽ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നില്ല അവിടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു എന്നാണ് ലൂക്കോസ് 15-22 തൊട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3-8 മറ്റൊരു സംഭവം വിവരിച്ചിട്ടുണ്ട്. സുന്ദരമെന്ന ദേവാലയ ഗോപുരവാദിക്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ജന്മനാ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ, 40-ൽ പരം വയസ്സുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി പത്രോസിനെയും യാക്കോബിനെയും ഉറ്റുനോക്കി. പക്ഷെ അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിലേക്ക് കടന്നു. ദൈവം അവൻ്റെ ഗതി മാറ്റി. 40 വർഷമായി നടക്കുവാൻ കഴിയാതിരുന്ന ആ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വിടുതൽ നൽകിയപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൻ നടക്കുക മാത്രമല്ല, തുള്ളുന്നു, ചാടുന്നു, സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു, അവരോടുകൂടെ ആലയത്തിലേക്ക് കടക്കുന്നു. അതെല്ലാം സ്തുതിപ്പിൻ്റെ ആരാധനയുടെ വിവിധ ഭാവങ്ങളാണ്. സ്തുതിപ്പിൻ്റെ മറ്റൊരു അനുഭവം
നാം രക്ഷയുടെ അലങ്കാരം ധരിച്ചവരായിരിക്കണം. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. യെശയ്യാപ്രവചനം 61:10 അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 132:16 അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും. ഈ സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ഇരുവായ്ത്തലുള്ള വാള് കയ്യിലേന്തിയവർ എന്നുള്ളതാണ്. വാക്യം 6 അവരുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ഇരുവായ്ത്തലുള്ള വാള് എന്നത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. പിശാചിനോട് എതിർക്കാൻ ഇരുമ്പോ ചൂലോ തുപ്പലോ അല്ല ആവശ്യം, കർത്താവിൻ്റെ വചനമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. മരുഭൂമിയിൽ വെച്ച് പിശാച് യേശുവിനെ 3 പ്രാവശ്യം പരീക്ഷിക്കുമ്പോഴും കർത്താവ് വചനത്താലാണ് പിശാചിനെ ജയിച്ചത്. കാരണം വചനത്തിനകത്ത് ഒരു മഹാശക്തിയുണ്ട്. റോമാലേഖനം 1:16 വിശ്വസിക്കുന്നവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തി 4:31 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. 2 തിമോഥെയോസ് 2:15 ആകയാൽ നമുക്കും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കയ്യിൽ വാളുണ്ടായിരിക്കണം. നെഹമ്യാവിൻ്റെ കാലത്ത് മതിൽ പണിയുന്ന വേളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും അല്ല, കുളിക്കുമ്പോൾ പോലും അവർ ആയുധം ധരിച്ചിരുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 4:16 മുതൽ 18 വരെ 23-ാമത്തെ വാക്യവും അന്ന് മുതൽ എൻ്റെ ഭൃത്യന്മാരിൽ പാതിപേർ വേലയ്ക്ക് നിന്നു, പാതിപേർ കുന്തവും പരിചയും വില്ലും കവിചയും ധരിച്ചുകൊണ്ട് നിന്നു. ചുമട് ചുമക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ട് പണിതു. കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചിരുന്നു. ശത്രുവിനോട് പോരാടുവാൻ നമ്മുടെ പക്കൽ ആയുധമുണ്ടായിരിക്കണം. ഉസിയ രാജാവ് തൻ്റെ സൈനികർക്ക് 6 വിധ ആത്മീയ ആയുധങ്ങൾ നൽകിയതായിട്ടാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് എടുക്കാനും ധരിക്കുവാനും പറയുന്നതായ 6 വിധ ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസിയെ ഒരു പടയാളിയോട് ഉപമിച്ച് പറയുമ്പോഴാണ് ഈ ആയുധങ്ങളുടെ കാര്യം പറയുന്നത്. 1 അരയ്ക്ക് സത്യമെന്ന തോൾവാറ് ധരിക്കണം. 2 നെഞ്ചത്ത് നീതി എന്ന കവചം ധരിക്കണം. 3 കാലിൽ സുവിശേഷീകരണം എന്ന ചെരുപ്പ് ധരിക്കണം. 4 വലത് കൈയിൽ ദൈവത്തിൻ്റെ വചനമെന്ന വാളുണ്ടായിരിക്കണം. 5 ഇടത് കൈയിൽ വിശ്വാസം എന്ന പരിചയം ഉണ്ടായിരിക്കണം. 6 തലയിൽ രക്ഷയെന്ന ശിരസ്ത്രം ഉണ്ടായിരിക്കണം. ഈ ആയുധങ്ങൾ എടുക്കാനും ധരിക്കാനും ഉപയോഗിക്കാനുമുള്ള ശക്തി പ്രാർത്ഥനയാൽ വേണം ആർജിച്ചെടുക്കുവാൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫേസ്യ ലേഖനം 6:12 അതുകൊണ്ട് തന്നെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളുമല്ല, ശത്രുവിൻ്റെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. 2 കൊരിന്ത്യർ ലേഖനം 10:4 യെശയ്യാപ്രവചനം 27:1 ഒരു വാളിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവും ഉള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. ഇവിടെ പറയുന്ന സർപ്പം എന്ന പദം സാത്താനെ കാണിക്കുന്നു എന്ന് ഉൽപ്പത്തി 3:14-15 വെളിപ്പാട് 20:2 എന്നീ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാം. പിശാചിനോട് എതിർപ്പാൻ ദൈവത്തിൻ്റെ വചനം നമുക്കുണ്ടായിരിക്കണം. എബ്രായ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. വചനത്തിൻ്റെ വിശേഷണങ്ങളായിരുന്നു അവിടെ കണ്ടത്. ജീവനുണ്ട്, ചൈതന്യമുണ്ട്, മൂർച്ചയുണ്ട്. ഈ വചനം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു. എങ്ങനെ? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായ്ത്തലുള്ള വാൾ ശക്തിയുള്ളതാണ്. ആയുധമില്ലാതെ പോരാടാൻ പറ്റില്ല. ആയുധമില്ലാതെ പോരിന് പോയ ഒരാൾ പട്ടുപോയ ദുരന്ത ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഞാനത് അല്പം വിവരിക്കാം. ദാവീദിൻ്റെ ഗ്രഹവും ശൗലിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നിലനിന്നു. ദാവീദിൻ്റെ പെങ്ങളുടെ മക്കളായ 3 പേർ, യോവാബ്, അബീശായി, അസായേൽ, ഇവർ 3 പേരും ദാവീദിൻ്റെ സൈനികരായിരുന്നു.
ശൗലിൻ്റെ സൈനികൻ അബ്നേറായിരുന്നു. ദാവീദിൻ്റെ സൈനികരിൽപ്പെട്ട ഈ മൂവരിൽ അസായേലിനെ കുറിച്ച് വായിക്കുന്നത് അവനൊരു ശീഘ്രഗാമിയായിരുന്നു എന്നാണ്. കാട്ടുകലയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. ദാവീദിൻ്റെ 30 വീരന്മാരിൽ ഒരാളും 24,000 സൈനികരുടെ തലവനുമായിരുന്നു അസായേൽ. 2 ശമൂവേൽ 23:24, 1 ദിനവൃത്താന്തം 11:26. ഈ ശീഘ്രഗാമിയായ കാട്ടുകലയെ പോലെ വീര്യമുള്ള അസായേൽ ഒരിക്കൽ ശത്രുവിൻ്റെ സൈനിക തലവനായ അബ്നേറിൻ്റെ പിന്നാലെ ചെന്നു അവനെ കൊല്ലാനായി. അബ്നേർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആയുധമില്ലാത്ത ഒരുവൻ തൻ്റെ പിന്നാലെ തന്നെ ആക്രമിക്കാനായി വരുന്നു. അബ്നേർ 2 പ്രാവശ്യം അവനോട് പറഞ്ഞു, നീ എന്നെ വിട്ടു പോക എന്ന്. 2 ഉപാധികൾ അവനോട് പറയുകയുണ്ടായി. ഒന്ന്, ആയുധം കൈക്കൊള്ളുക എന്നായിരുന്നു. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാലിൽ ഒരുത്തനെ പിടിച്ച് അവൻ്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ടും അത് കൂട്ടാക്കാതെ ഈ ശീഘ്രഗാമി അബ്നേറിൻ്റെ പിന്നാലെ ചെന്നു. അബ്നേർ 2ാമത് അവനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ വിട്ടുപോക. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടിവീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നറിയും. വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. ആയുധമില്ലാതെ ശീഘ്രഗാമിയാണെന്നുള്ള ആ ബോധ്യത്തോടെ ശത്രുവിനെ പിൻഗമിച്ചവൻ അവിടെ തന്നെ വീണു മരിച്ചു. നമ്മുടെ കയ്യിൽ ഇരുവായ്ത്തലുള്ള വാൾ എന്ന ദൈവവചനം ഉണ്ടായിരിക്കണം. വചനം എന്നതിന് ലോഗോസ്, റീമ എന്നീ 2 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ലോഗോസ് എന്ന പദം ചില വേള യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19:13, യോഹന്നാന്റെ സുവിശേഷം 1:1, 2, 14 വാക്യം, അവന് ദൈവവചനം എന്ന് പേർ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തുവിനെ വചനം എന്ന പദം കാണിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനങ്ങളെ റീമ എന്ന് പറയുകയാണ്. യേശുവാകുന്ന വചനം ലോഗോസ്, എഴുതപ്പെട്ട വചനം റീമ. വെളിപ്പാട് 19:15, അവൻ്റെ വായിൽ നിന്ന് ശക്തിയേറിയ വാൾ പുറപ്പെടുന്നു. ഒരിക്കൽ കർത്താവ് പ്രാദേശിക സഭയോട് പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുക, ഇല്ല ഞാൻ വന്നെൻ്റെ വായിലെ വാള് കൊണ്ട് അവരോട് പോരാടും. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടെ ജീവിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത വിധികർത്താക്കളായി മാറുന്ന ഭക്തന്മാർ എന്നുള്ളതാണ്. വാക്യം 7-8. അവരുടെ രാജാക്കന്മാരെ ചെങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവജനം കയ്യിലെന്തിയിരിക്കുന്ന ഭക്തന്മാർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രൊമോഷനെ കുറിച്ചാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അവൻ നമ്മെ വിധികർത്താക്കളാക്കി ഉയർത്തും. യോസേഫ് എന്ന അടിമയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദർശനത്തോടെ നിലനിന്നവനാണ് യോസേഫ്. പക്ഷേ കുറച്ചു കാലം ശത്രുക്കൾ അവൻ്റെ കാൽ ബന്ധിക്കുകയുണ്ടായി. എന്നാൽ ശോധനയുടെ കാലം തികയുവോളം മാത്രമേ അവൻ്റെ കാല് ചങ്ങലയിൽ കുടുങ്ങിയുള്ളൂ. ദൈവത്തിൻ്റെ സമയത്ത് ജാതികളുടെ അധിപതി ആളയച്ചവനെ വിടുവിക്കുന്നു. ആ സമയത്ത് അവൻ ചെയ്തത് എന്താണ്? 105-ാം സങ്കീർത്തനത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ ആ തിരുവചനം വായിച്ചു വിടട്ടെ. യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ടും ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. ദൈവത്തിന് മഹത്വം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ ആത്മീക പ്രൊമോഷനെ കുറിച്ച് പുതിയ നിയമത്തിൽ പ്രധാനപ്പെട്ട 3 ചിന്തകളുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തമാണ്. പെസഹ ഭോജന ദിവസം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ അരുളി ചെയ്തു. ലൂക്കോസ് 22:30 വചനം,
നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. എന്നാണത് സംഭവിക്കുന്നത്? മത്തായി 19:28. മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെ കർത്താവ് ന്യായകർത്താക്കളാക്കി ഉയർത്തുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 6:2 പൗലോസ് പങ്കുവയ്ക്കുന്ന ഒരു ചിന്തയുണ്ട്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതേപ്പറ്റി പഴയ നിയമത്തിൽ ദാനിയേലും പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും വിവരിച്ചിട്ടുണ്ട്. വചനങ്ങൾ ശ്രദ്ധിക്കുക. അത്യുന്നതന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യും. ദാനിയേൽ 7:21. വെളിപ്പാട് 20:4 ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു, അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. വെളിപ്പാട് 5:10 നമ്മെ കർത്താവ് രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. വാഴ്ചയുടെ 3-ാമത്തെ തലം നാം ദൂതന്മാരെ വിധിക്കുമെന്നുള്ളതാണ്. കൊരിന്ത്യർ 6:3 നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇസ്രായേൽ ഗോത്രം 12-നെയും വിധിക്കും, ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. ഭാവികാലം സംബന്ധിച്ചുള്ള വാഗ്ദത്തങ്ങളാണ് നമുക്ക് ഇവിടൊക്കെ ലഭിക്കുന്നത്. 149-ാം സങ്കീർത്തനമാണ് ഇന്ന് നാം ധ്യാനിച്ചത്. സ്തുതിപ്പിന്റെ സങ്കീർത്തനങ്ങളായ ഹല്ലേൽ സങ്കീർത്തനത്തിൽ 4-ാമത്തേതാണ് 149. പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് നമുക്ക് ലഭിച്ചത്. 1, സ്തുതിപ്പിന്റെ വിവിധ ഭാവങ്ങളാണ്. ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് 4 ചിന്തകൾ നാം കാണുകയുണ്ടായി. 2, പുതിയ പാട്ടോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ട് നാം പുതിയ പാട്ട് പാടുന്നു എന്നതിൻ്റെ 3 കാരണങ്ങളും നാം അവിടെ കാണുകയുണ്ടായി. 3, നൃത്തത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത 7 വ്യക്തികളുടെ ചരിത്രം നാം കാണുകയുണ്ടായി. ശുദ്ധീകരണമില്ലാതെ ബഹളം വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം, വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് വേണം നാം ദൈവത്തെ സ്തുതിക്കുവാൻ. 2, കയ്യിൽ ഇരുവായുത്തലുള്ള വാൾ ഉണ്ടായിരിക്കണം. ഇരുവായുത്തലുള്ള വാൾ എന്ന പദം ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല. ദൈവത്തിൻ്റെ വചനമാകുന്ന ഇരുവായുത്തലുള്ള വാൾ കയ്യിലുണ്ടായിരിക്കണം. നെഹമ്യാവിൻ്റെ കാലത്ത് അവർ വേല ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും പോലും അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. യേശുവും ഭക്തന്മാരും ഒക്കെ പിശാചിനെ ജയിച്ചത് ദൈവത്തിൻ്റെ വചനത്താലായിരുന്നു. ശീഘ്രഗാമിയാണ്, സൈനിക തലവനാണ് എന്ന അഹങ്കാരത്തിൻ്റെ പേരിൽ ആയുധമില്ലാതെ ശത്രുവായ അബ്നേറിനെ പിൻഗമിച്ച അസാഹയിൽ ദാരുണമായി കൊല്ലപ്പെട്ട ചരിത്രവും നാം കാണുകയുണ്ടായി. ഉസിയ രാജാവ് തൻ്റെ സൈനികർക്ക് ഭൗതിക ആയുധങ്ങളാണ് നൽകിയത്. പക്ഷേ ആത്മീയ ഇസ്രായേലിയരായ നാം ആത്മീകമായ ആയുധങ്ങൾ എടുക്കുകയും ധരിക്കുകയും വേണം. അതുപയോഗിക്കാനുള്ള ശക്തി പ്രാർത്ഥനയാൽ ആർജിക്കുകയും വേണം. 3, വിധികർത്താക്കളായി മാറുന്ന ഭക്തന്മാർ എന്നുള്ളതാണ്. യോസഫ് എന്ന അടിമയെ ഒരിക്കൽ അവർ ബന്ധിച്ചു. എന്നാൽ പിന്നത്തേതിൽ അവനെ ബന്ധിച്ചവരെ ബന്ധിക്കാൻ ദൈവം അവനെ പ്രഭുവായി ഉയർത്തിയുണ്ടായി. ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന വാഗ്ദത്തം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കും എന്നീ ചിന്തകൾ പൗലോസും പങ്കുവയ്ക്കുന്നു. ഇതിലെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും